ഇത് നമ്മുടെ ടാങ്കിൽ വെള്ളത്തിൽ കിടക്കുന്ന ഇതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇത് കണ്ട, ഇതിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് വയറിത്തിരി ജാമാവും. ഈ ജാമായിരുന്നിട്ട് മോട്ടോർ ഓവർലോഡ് ആയ സമയത്ത് അല്ലെങ്കിൽ റണ്ണിങ് ആയി ഹീറ്റായ സമയത്ത് ഇത് ബ്രേക്ക് ആയി പോയതൊക്കെയാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, മച്ചാന്മാരെ എല്ലാവർക്കും unnistechvlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച് സെറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മളൊരു ഫ്ലോട്ട് സ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലോട്ട് സ്വിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വാട്ടർ ടാങ്കിൽ നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഞാനന്ന് നമ്മുടെ 230 കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു 24 വോൾട്ടിൻ്റെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസവും ഇതുകൊണ്ടുള്ള ഗുണവും നമുക്ക് പറ്റുന്ന അപകടങ്ങളുടെ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് നേരെ ഫ്ലോട്ട് സ്വിച്ച് നോക്കാം. പോര്, ത്രൂ ഔട്ട് എടുത്ത് പോര്. റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലാണുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ ഒരു ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വയറിങ് കാര്യങ്ങളും കാണിക്കുന്നില്ല. എങ്ങനെ ഒരു വാട്ടർ ടാങ്കിൽ സെറ്റ് ചെയ്യാം, ഫ്ലോട്ട് സ്വിച്ച് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിലാണ് കാണിക്കുന്നത്. നമുക്ക് എങ്ങനെ ഒരു മെഷർമെൻറ്റ് എടുത്ത് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫ്ലോട്ട് സ്വിച്ചിന് പ്രധാനമായിട്ടും ഒരു ഫ്ലോട്ടും ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു വെയിറ്റും ഉണ്ട്. ഈ വെയിറ്റ് ഇങ്ങനെ ഫ്രീ ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് നമ്മുടെ ഈ വയറിലേക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അകത്ത് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ട് രാഹുൽ മുരളി, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വിഷ്ണു ബ്രോയും ഉണ്ട്, എല്ലാവരുടെയും പേര് പറയണമല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ വാട്ടർ ടാങ്കിൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്ലോട്ട് സ്വിച്ച് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നിറയാനായിട്ടാണ് നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ടാങ്കിൽ എന്തോരം ഒരു ലെവൽ വേണമെന്നുള്ളത് ആദ്യം കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ ഫ്ലോട്ട് സ്വിച്ച് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് കാര്യം തീരുമാനിക്കും. അപ്പോൾ നിലവിൽ നമ്മളൊരു ടാങ്കിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം നമുക്ക് സ്റ്റോറേജ് ഉണ്ടാകണം എന്ന നിലയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ തീരെ വെള്ളം കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പമ്പ് ചെയ്യണ സമയത്ത് വെള്ളം കുത്തി വീണ് അടിയിലുള്ള മട്ടും കാര്യങ്ങളൊക്കെ കലങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/4 ഭാഗം വരെ വെള്ളം വരുമ്പോൾ മോട്ടോർ സ്റ്റാർട്ടാകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ഗുണമുണ്ട്. അപ്പോൾ വെള്ളം കലങ്ങാതെയും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ ടോപ്പിൽ നിന്ന് ഇവിടം വരെയുള്ള ഒരു 1/4 ഭാഗം വരെയുള്ള ലെവൽ ഹൈറ്റ് നമ്മൾ ജസ്റ്റ് എടുക്കുക. ഈ ഹൈറ്റിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ ടോപ്പ് കവറിൻ്റെ സെൻറ്ററിൽ കൂടി വേണം നമുക്ക് ഈ കേബിൾ എടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമുക്കൊരു 1/4 ഭാഗം വരുന്ന രീതിയിൽ നമ്മളൊരു അളവെടുത്ത് വെക്കുക. ആ അളവിലേക്ക് നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പ് ജസ്റ്റ് അടിക്കുക. ഒരു ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് വെച്ചാൽ നമുക്ക് അവിടെ അത് കൃത്യമായിട്ട് ആ പോയിന്റ് അറിയാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ് വേണം നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ ടോപ്പ് വശം തുളക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് വരാനായിട്ട്. അപ്പോൾ ഫ്ലോട്ട് മാക്സിമം താഴ്ന്നു വരുമ്പോൾ ഇതിൻ്റെ 1/4 ഭാഗത്തോളം വരികയും ചെയ്യും. ഇനി നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ എന്തോരം വന്ന് നിറയണം എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ വശം വരെ വന്നിട്ട് വേണം നിറയാൻ. അപ്പോൾ നമ്മൾ ഇത് നേരെ മുകളിലേക്ക് എടുക്കുമ്പോൾ ഇത്രയും വരുന്നു. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം, ഇതിപ്പോൾ ഈ ടോപ്പ് വശം എന്ന് വിളിച്ചാൽ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് പകുതി ഇങ്ങനെ മുകളിലേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് പകുതിക്ക് വേണം നമ്മൾ ഈ വെയിറ്റ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെയിറ്റ് ജസ്റ്റ് നമ്മളൊന്ന് ഇറക്കി ഈ ലെവലിലേക്ക് ഇടുന്നു. സംഭവിക്കുന്നത് വെച്ചാൽ ഈ വെയിറ്റിൻ്റെ ബലത്തിൽ ഈ ഫ്ലോട്ട് താഴത്തേക്ക് കിടക്കും. വെള്ളം നിറഞ്ഞു വരുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി ഇത്രേ വരത്തുള്ളൂ. ഓവറായിട്ട് മുകളിലേക്ക് പോയി ടാങ്കർ ഓവർഫ്ലോ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഓണാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ഈ കേസിൽ വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് വേണം ഈ സാധനം ടൈറ്റ് ചെയ്യാൻ. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു മീഡിയം ലെവലിൽ വേണം ടൈറ്റ് ചെയ്യുന്നത്. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന്, ഓവറായിട്ട് ടൈറ്റ് ചെയ്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ 230 വോൾട്ടാണ് ഇതിനകത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഈ അളവിൽ ഓണാകും, അതേപോലെ തന്നെ ഈ അളവിൽ വരുമ്പോൾ ഓഫ് ആകും. ഇതിൻ്റെ നമ്മുടെ ടാങ്കിൻ്റെ മൂടിയുടെ സെൻറ്ററിൽ കൂടി വേണം എടുക്കാൻ. സെൻറ്ററിൽ കൂടി എടുക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ കൂടി എടുത്താൽ ഈ സൈഡ് ഇതിൻ്റെ അതേപോലത്തെ കട്ടിങ് കാര്യങ്ങളിൽ വന്ന് ഈ ഫ്ലോട്ട് ഉടക്കും. കറക്റ്റ് സെൻറ്ററിലാകുമ്പോൾ ആ തൂക്കിൽ കിടക്കുകയും ചെയ്യും, കറക്റ്റ് വന്ന് ഓണാകുകയും ചെയ്യും. ഇനി ഞാൻ ആ 230 കൊടുക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് പറഞ്ഞു, അതേപോലെ തന്നെ ഈ സാധനം ടൈറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. നമ്മൾ 230 വോൾട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് മോട്ടറിൻ്റെ ലോഡാണ് ഇതിൻ്റെ ഈ വയറുകളിൽ വരിക. വിഷ്ണു ഒന്ന് അടുത്ത് വരാം. ഇത് നേരത്തെ ഈ നമ്മുടെ വെയിറ്റ് കണക്ട് ചെയ്തിരുന്നൊരു ഭാഗം,
ഇത് കണ്ട, ഇത് നമ്മുടെ ടാങ്കിൽ വെള്ളത്തിൽ കിടക്കുന്ന ഇതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇത് കണ്ട, ഇതിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് വയറിത്തിരി ജാമാവും. ഈ ജാമായിരുന്നിട്ട് മോട്ടർ ഓവർലോഡായ സമയത്ത് അല്ലെങ്കിൽ റണ്ണിങ് ആയി ഹീറ്റായ സമയത്ത് ഇത് ബ്രേക്കായി പോയതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ടാങ്കിലേക്ക് നേരെ സപ്ലൈ ചെല്ലും. അതേപോലെ തന്നെ നമ്മൾ പൈപ്പിൽ തൊട്ടാലും എവിടെ തൊട്ടാലും ഷോക്ക് അടിക്കുന്ന ഒരു ഗതിയായിരിക്കും ഈ സംഭവത്തിലുണ്ടാകുക. അങ്ങനെ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 230 വോൾട്ട് നമ്മൾ ഈ ഫ്ലോട്ട് സ്വിച്ചിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്ന സാധനം. അപ്പോൾ അത്ര സേഫായിട്ട് വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ 230 വോൾട്ട് ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ അകത്ത് പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഇതിൽ മാക്സിമം ഒരു കോൺടാക്ടറൊക്കെ വെച്ച് നമുക്ക് സേഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് 24 വോൾട്ടേ വരുള്ളൂ. ആ 24 വോൾട്ട് കൊണ്ട് നമുക്ക് ഒരു ഷോക്ക് വെക്കില്ല എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ പോലും. ഇതേപോലുള്ള ഫാൾട്ടൊക്കെ ആണെങ്കിൽ ഒരു മേജർ ഫാൾട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പഴയ ഫ്ലോട്ട് സ്വിച്ചും ഇന്ന് എടുത്തുകൊണ്ട് വന്നത്. ഇത് നമ്മുടെ ഓഫീസിൽ നേരത്തെ പറ്റിയൊരു അബദ്ധമാണ്. നമുക്ക് ELCB ഓട്ടോമാറ്റിക് ഉള്ള കാരണം ELCB ട്രിപ്പിംഗ് കാണിക്കുന്നുണ്ട്. ആ ട്രിപ്പിംഗ് ഫാൾട്ട് നോക്കിയിട്ട് മനസ്സിലാകണില്ല. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇവിടെ ഒരു ഫാൾട്ട് ഈ വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ELCB ട്രിപ്പ് ആകുന്നുണ്ടാവും. അപ്പോൾ ELCB ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ELCB അല്ലെങ്കിൽ RCCB വെക്കാനായിട്ടും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലുള്ള ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മോട്ടർ ഫാൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പായി അതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഗ്രീൻ മാർക്ക് ഇല്ല, ആ ഗ്രീൻ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ വേറെ ടാങ്കിൻ്റെ കറക്റ്റ് സെൻറ്റർ കൊണ്ട് തന്നെ ഉളക്കുക. അപ്പോൾ ഈ ഫ്ലോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ വെള്ളത്തിനനുസരിച്ച് ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ട് വരും പമ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ മാറ്റം ഉണ്ടെങ്കിൽ പോലും ഈ ഫ്ലോട്ട് നമ്മുടെ സെൻറ്റർ വിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല. നമ്മൾ ഈ സൈഡിൽ തുളക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ നിന്ന് ചിലപ്പോൾ ഇവിടെ വന്ന് ഉടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് ലോക്കായി നിന്നിട്ട് നമുക്ക് ഓഫാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, നമ്മളൊരു കാൽഭാഗം വരെ വെള്ളം വരുന്ന രീതിക്ക് വേണം ഇത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം ഇത് കണ്ടോ, ഈ ഒരു ലെവലിൽ വേണം നമ്മൾ നിർത്താൻ. അപ്പോൾ നമ്മൾ മേളിൽ നമ്മൾ പമ്പ് ചെയ്യുന്ന വെള്ളം വരുമ്പോഴും ഇത് കലങ്ങത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളും കൂടി ഈ സാധനത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് UAE അതേപോലെ തന്നെ UK അങ്ങനെ പല കൺട്രീസിൽ നിന്ന് കാണുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതിനേക്കാളും കൂടുതൽ വ്യൂവേഴ്സ് പുറം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഓക്കെ.